നീ ഇന്ന് നേരത്തെ ആണെന്ന് തോന്നുന്നല്ലോ. ആ, അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിന്ന് പറഞ്ഞതുകൊണ്ട് ഞാനും വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങി. എന്നാലും ആ ശിവാനി പണി പറ്റിച്ചു കളഞ്ഞല്ലോ. ആ ഡോക്ടറെ കൊണ്ട് എങ്ങനെയാ അങ്ങനെ കള്ളം പറയിച്ചത്? നോക്ക് നിധി, ശിവാനിയുടെ കാര്യത്തിൽ നീ ആവശ്യമില്ലാത്തൊന്ന് ഓർത്ത് ടെൻഷൻ ആവണ്ട. ശിവാനി പ്രഗ്നന്റ് അല്ലെന്ന് നീ പറഞ്ഞപ്പോ എനിക്കും അങ്ങനെ ഒരു സംശയം തോന്നാതിരുന്നില്ല. പക്ഷെ വയറ്റിൽ ഇരട്ട കുട്ടികൾ ആരോഗ്യത്തോടെ വളരുന്നു എന്ന് സുജാത പറഞ്ഞതോടെ എനിക്ക് വിശ്വാസമായി. നോക്കുമോളെ, ശിവാനിയുടെ വയറ്റിൽ കുട്ടികളില്ല എന്ന് നമ്മൾ തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന അത് ചിലപ്പോ അറം പറ്റുന്നത് പോലെ ആയി പോവും. എനിക്കിപ്പോ വിശ്വാസമുണ്ട്, ശിവാനി പ്രഗ്നന്റ് ആണ്. വെറുതെ ഓരോന്ന് പറയല്ലേ അമ്മേ. ഞാൻ വെറുതെ പറഞ്ഞതല്ലല്ലോ, സുജാത ചെക്കപ്പ് ചെയ്തിട്ട് പറഞ്ഞല്ലേ. ആ, അത് അമ്മ അങ്ങ് വിശ്വസിച്ചല്ലേ? പിന്നെ അല്ലാതെ എന്റെ അനിയത്തി എന്നോട് കള്ളം പറയുന്നു ഞാൻ കരുതണോ? എന്തിനു വേണ്ടിയായാലും എന്നോട് സുജാത കള്ളം പറയുന്നു തോന്നുന്നില്ല. സുജാത ഡോക്ടർ കള്ളം പറഞ്ഞു എന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്കിപ്പോഴും സംശയം ആ ശിവാനിയെ തന്നെയാണമ്മേ. ഇനിയും നിന്റെ സംശയം മാറിയില്ലേ? ഞാനൊന്ന് ചോദിച്ചോട്ടെ, സുജാത ഡോക്ടറെ കൊണ്ട് ആദ്യത്തെ തവണ ചെക്ക് ചെയ്യിപ്പിക്കുന്ന കാര്യം പറഞ്ഞപ്പോ തന്നെ അവള് പരിങ്ങിയെന്ന് അമ്മ തന്നെയല്ലേ പറഞ്ഞത്? അങ്ങനെ അവള് പരിങ്ങേണ്ട കാര്യം എന്താ? ഒരു ഡോക്ടർ പരിശോധിക്കുന്നതിൽ പേടിക്കേണ്ട കാര്യം എന്താ? എന്റെ മോളെ, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ആലോചിച്ച് കൂട്ടണ്ട. ആദ്യമായി പ്രഗ്നന്റ് ആവുന്ന പെൺപിള്ളേര് അങ്ങനെയൊക്കെ തന്നെയാ. എല്ലാ കാര്യങ്ങളും ഒരു പേടി കാണും. നോക്കുമോളെ, ഞാൻ നീ സംശയിച്ചത് തെറ്റായിപ്പോയി എന്നല്ല പറഞ്ഞത്. നമ്മളങ്ങനെ ശിവാനി സംശയിക്കാൻ പാടില്ല മോളെ. ഞാൻ പ്രഗ്നന്റ് ആണെന്ന് ഒരു പെണ്ണും വെറുതെ പറഞ്ഞു നടക്കില്ല. അതിപ്പോ എന്തിനു വേണ്ടിയായാലും അങ്ങനെ തന്നെ വിശ്വസിക്കാനാ എനിക്കിഷ്ടം. ശിവാനി പ്രഗ്നന്റ് ആണ് എന്നത് ഒരു സത്യം തന്നെയാ. ഇനി ഞാൻ അമ്മയോട് ഒന്നും പറയാൻ വരുന്നില്ല. അങ്ങനെ തന്നെ വിശ്വസിച്ചോ അമ്മ. എന്നെങ്കിലും ഒരിക്കൽ ഇതിന്റെ പേരിൽ എല്ലാവരും വിഷമിക്കേണ്ടി വരും. അമ്മേ, ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. ഇനിയിപ്പോ കുറച്ചു ദൂരം കൂടിയല്ലേ ഉള്ളൂ. ഞാനിങ്ങ് നടന്നു വയ്ക്കോളാം. ശരി മോളെ, നീ എന്ത് പിണങ്ങി പോവാണോ? അയ്യേ, ഇതിനൊക്കെ എന്തിനാ പിണങ്ങുന്നത്? ഇതെന്നല്ല, ഇനി എന്ത് പ്രശ്നമാണെങ്കിലും അമ്മയോട് ഞാൻ പിണങ്ങുമോ? ഇനിയുള്ള കുറച്ചു ദൂരത്തിന് വെറുതെ ഓട്ടോ പിടിച്ച് പൈസ കളയണ്ടല്ലോ. ഒരു ചെറിയ നടത്തം അത്ര ഞാൻ ചിന്തിച്ചോളൂ. എന്നാ പൊയ്ക്കോട്ടെ അമ്മേ. ഞാൻ വിളിച്ചോളാം നിന്നെ. ആ ശരി.